ഹലോ ഹായ് ജസ്റ്റ് ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ജ്ഞാനപീഠം നേടിയ മലയാളികൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിലെ രണ്ടാമത്തെ വ്യക്തിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് തുടങ്ങാം. ഓക്കെ, ശരി, എല്ലാവരും എൻ്റെ കൂടെ വരണേ. ഇതുപോലും വരുന്നില്ല. വരൂ. അപ്പം നോക്കൂ, SK പൊറ്റക്കാട്. അത് നമ്മൾ ജ്ഞാനപീഠം നേടിയ രണ്ടാമത്തെ വ്യക്തി ആരാണ്? SK പൊറ്റക്കാടാണ്. അദ്ദേഹത്തെ പറ്റി നമുക്കറിയാം. ഏതൊക്കെ നിലകളിലാണ് അദ്ദേഹം പ്രശസ്തനായിട്ടുള്ളത്? നോവലിസ്റ്റ്, സഞ്ചാര സാഹിത്യകാരൻ, കവി എന്നീ നിലകളിലെല്ലാം അറിയപ്പെടുന്ന വ്യക്തിയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് ആര്? SK പൊറ്റക്കാട്. അദ്ദേഹത്തിൻ്റെ ശരിയായ പേരെന്താണ്? അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എന്നാണ് കേട്ടോ. നിങ്ങൾ ഓർത്തിരിക്കണേ അത്. അദ്ദേഹത്തിൻ്റെ ശരിയായ പേരെന്താന്നൊക്കെ ചോദിക്കാം. ശരിയായ പേര് ഏതാണ്? ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര്. പൊറ്റക്കാട് എന്നാണ് ജനിച്ചത്? 1913 മാർച്ച് 14 അദ്ദേഹം ജനിച്ചത്. 1913 മാർച്ച് 14 1913 മാർച്ച് 14 അദ്ദേഹം ജനിച്ചത്. 1949 അദ്ദേഹം കപ്പൽ മാർഗമാണ് ആദ്യത്തെ വിദേശയാത്ര നടത്തുന്നത്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം വിദേശയാത്രകൾ നടത്തുന്നതിന് അല്ലെങ്കിൽ സഞ്ചരിക്കുന്നതിന്, സ്ഥലങ്ങൾ കാണുന്നതിന്, യാത്രാ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ പ്രയത്നിച്ചിരുന്നു. അപ്പോൾ അത് എന്ന് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1949 അദ്ദേഹം യാത്ര ചെയ്യുന്നത്. SK പൊറ്റക്കാടിൻ്റെ ശരിയായ പേര് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാടാണെന്ന് പറഞ്ഞു. അദ്ദേഹം 1913 മാർച്ച് 14 ജനിക്കുന്നത്. 1949 അദ്ദേഹം കപ്പൽ മാർഗം ആദ്യത്തെ വിദേശയാത്ര നടത്തി. അപ്പോൾ അതിനും എത്രയോ മുൻപ് 1939 അതുകൊണ്ടൊന്ന് അറിഞ്ഞിരിക്കുക. 1939 അദ്ദേഹം ബോംബെയിലേക്ക് ഒരു യാത്ര നടത്തി കേട്ടോ. ബോംബെയിലേക്ക് ഒരു യാത്ര നടത്തി. ഈ യാത്രയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പിൽക്കാല ലോകസഞ്ചാരങ്ങളെല്ലാം ആരംഭിക്കുന്നത്. അപ്പോൾ ബോംബെയിലേക്ക് നടത്തിയ ഈ യാത്ര അദ്ദേഹത്തിനൊരു യാത്രയോടുള്ള ഒരു അടുപ്പം അല്ലെങ്കിൽ ഒരു ഹരം സമ്മാനിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? പിന്നീട് യാത്രകൾ നടത്താൻ ആരംഭിച്ചു. ആദ്യമായി വിദേശത്തേക്ക് പോകുന്നത് ഈ ബോംബെ യാത്ര കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് കേട്ടോ. എന്നാണ് പോയത്? 1949 പോയത്. വിദേശത്തേക്ക് കപ്പൽ മാർഗം അദ്ദേഹം യാത്ര നടത്തി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക, ദക്ഷിണേഷ്യ, പൂർവേഷ്യ എന്നിവിടങ്ങളിലെ മിക്ക രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട് കേട്ടോ. യാത്രയോടുള്ള അദ്ദേഹത്തിൻ്റെ പാഷനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക, ദക്ഷിണേഷ്യ, പൂർവേഷ്യ എന്നിവിടങ്ങളിലെ മിക്ക രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. ഇത് നോക്കൂ, 1957 അദ്ദേഹം തലശ്ശേരി മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി ലോകസഭയിലേക്ക് മത്സരിക്കുകയുണ്ടായി. 1957 അദ്ദേഹം സാഹിത്യകാരനും യാത്രാ വിവരണകാരനും ഒക്കെയാണ് നമുക്കറിയാം. ഇതിനൊക്കെ പുറമെ അദ്ദേഹം എന്തുകൂടിയായിരുന്നു? അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനും ഒരു രാഷ്ട്രീയക്കാരനും കൂടിയൊക്കെ ആയിരുന്നു. അപ്പോൾ 1957 അദ്ദേഹം തലശ്ശേരി മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി ലോകസഭയിലേക്ക് മത്സരിച്ചു. പക്ഷേ ആദ്യ ശ്രമത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. പക്ഷെ രണ്ടാമത്തെ ശ്രമത്തിൽ, അതായത് 1962 അദ്ദേഹം ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് അദ്ദേഹത്തിന്റെ എതിരാളിയായിരുന്ന വ്യക്തിയാണ് സുകുമാർ അഴീക്കോട് കേട്ടോ. സുകുമാർ അഴീക്കോട് ഏകദേശം, ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ് അല്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുക. ഏകദേശം 66,000 വോട്ടുകൾക്കാണ്, 66,000 വോട്ടുകൾക്കാണ് അദ്ദേഹം സുകുമാർ അഴീക്കോടിനെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ തിരഞ്ഞെടുപ്പിലൂടെ ലോകസഭയിലെത്തിയ അപൂർവം സാഹിത്യകാരന്മാരിൽ ഒരാളായിരുന്നു SK പൊറ്റക്കാട് എന്നുകൂടി അറിഞ്ഞിരിക്കുക. നമ്മൾ നേരത്തെ കണ്ടു, പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്ത് രാജ്യസഭാ അംഗത്വം നേടിയ വ്യക്തികളൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ അല്ലാതെ തിരഞ്ഞെടുപ്പിലൂടെ തന്നെ ലോകസഭയിലെത്തിയ അപൂർവം സാഹിത്യകാരന്മാരിൽ ഒരാളായിരുന്നു ആര്? SK പൊറ്റക്കാട്. അതുകൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ 1957 അദ്ദേഹം തലശ്ശേരി മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി ലോകസഭയിലേക്ക് മത്സരിക്കുന്നത്. പക്ഷെ അത് പരാജയമായിരുന്നു ആദ്യ ശ്രമം എന്ന് പറയുന്നത്. 1962 അദ്ദേഹം എന്ത് ചെയ്തു? ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് എതിരാളി ആരായിരുന്നു? സുകുമാർ അഴീക്കോടായിരുന്നു.
66,000 വോട്ടുകൾക്കാണ് സുകുമാർ അഴീക്കോടിനെ അദ്ദേഹം പരാജയപ്പെടുത്തിയത്. അപ്പോൾ എന്താണ്, ലോകസഭയിലേക്ക് തിരഞ്ഞെടുപ്പിലൂടെ തന്നെ കടന്നു വരുന്ന അപൂർവം സാഹിത്യകാരന്മാരിൽ ഒരാളായിരുന്നു എസ്.കെ. പൊറ്റക്കാട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അദ്ദേഹം മരിച്ച വർഷം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്തരിച്ചത് എന്നാണ്? 1982 ഓഗസ്റ്റ് 6 കോഴിക്കോട്ട് വെച്ച് അദ്ദേഹം അന്തരിച്ചു. മസ്തിഷ്കാഘാതമായിരുന്നു കാരണം കേട്ടോ. ശരി, സ്ട്രോക്ക് വന്നിട്ടാണ് ആള് മരിച്ചു പോയിരിക്കുക. ഇനി അടുത്തതിലേക്ക് പോകാം. അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതം, അതാണല്ലോ നമുക്ക് ഇമ്പോർട്ടൻ്റ്, അതിലേക്ക് പോവാം. കോഴിക്കോട് സാമൂതിരി കോളേജ് മാഗസിനിൽ വന്ന രാജനീതി എന്ന കഥയായിരുന്നു അദ്ദേഹത്തിൻ്റെതായിട്ട് ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ട കഥ. എന്താണ്? കോഴിക്കോട് കോളേജ് മാഗസിൻ, എന്താണ്, സാമൂതിരി കോളേജിന്റെ മാഗസിനിൽ വന്ന രാജനീതി എന്ന കഥയായിരുന്നു ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. 1929 അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിത പ്രസിദ്ധപ്പെടുത്തി. എന്തായിരുന്നു ആ കവിതയുടെ പേരെന്ന് ചോദിച്ചാൽ മകനെ കൊന്ന മദ്യം. എവിടെയാണ് ഈ കവിത പ്രസിദ്ധീകരിച്ചതെന്നുകൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ആത്മവിദ്യാ കാഹളത്തിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുക. എന്താണ്? ആത്മവിദ്യാ കാഹളം. ശരി, അപ്പൊ നോക്കൂ, കോഴിക്കോട് സാമൂതിരി, ഈ ആത്മവിദ്യാ കാഹളം ആരാ ആരംഭിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാലോ ഇല്ലേ? PSC പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ആത്മവിദ്യാ കാഹളത്തിന്റെ ആരംഭകൻ ആരായിരുന്നു? നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കമന്റ് ചെയ്യണം. ഞാൻ നിങ്ങളുടെ കമന്റ്സ് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ കമന്റ്സ് നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ റിപ്ലൈ തരുന്നതായിരിക്കും. ശരി, നോക്കിക്കോളൂ. ഇതുപോലുള്ള ഇടയ്ക്കിടയ്ക്കുള്ള സർപ്രൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കണം. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് മെമ്മറി ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ കോഴിക്കോട് സാമൂതിരി കോളേജ് മാഗസിനിൽ വന്ന രാജനീതി എന്ന കഥയായിരുന്നു ആദ്യം പ്രസിദ്ധീകരിച്ച കഥ. കവിത ഏതാണ്? 1929 അദ്ദേഹത്തിന്റെ ആദ്യ കവിത പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. മകനെ കൊന്ന മദ്യം എന്നായിരുന്നു കവിതയുടെ പേര്. ഇത് എവിടെയാ വന്നത്? ആത്മവിദ്യാ കാഹളത്തിലാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഇനി 1931 ദീപം എന്ന മാസികയിൽ ഒരു കഥ പ്രസിദ്ധീകരിച്ചു കേട്ടോ. ഏതാണ്? ദീപം എന്ന് പറയുന്ന മാസികയിൽ ഇവിടെ ഒരു ചെറിയ തെറ്റ് വന്നിട്ടുണ്ട്. ഒരു കഥ പ്രസിദ്ധീകരിച്ചു. ആ കഥയുടെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു മുസ്ലിം മൈത്രി. ഹിന്ദു മുസ്ലിം മൈത്രി എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കഥ പ്രസിദ്ധീകരിച്ചു വന്നത്. ഇതിന് ശേഷം തുടർന്ന് മാതൃഭൂമിയിൽ നിരന്തരം അദ്ദേഹത്തിന്റെ കഥകൾ പ്രസിദ്ധീകരിക്കാൻ ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ ഒന്നുകൂടെ ഓർക്കുക, കോഴിക്കോട് സാമൂതിരി കോളേജ് മാഗസിനിൽ വന്ന രാജനീതി എന്ന കഥയായിരുന്നു ആദ്യം പ്രസിദ്ധീകരിച്ച കഥ. അപ്പോൾ രണ്ടാമത് അദ്ദേഹത്തിന്റെ ഒരു കവിത വന്നു. കവിത ഏതിലാണ് വന്നത്? 1929 ആത്മവിദ്യാ കാഹളത്തിലാണ് വന്നത്. കവിതയുടെ പേരെന്താണ്? മകനെ കൊന്ന മദ്യം. അടുത്ത് 2 വർഷത്തിന് ശേഷം 1931 ദീപം എന്ന് പറയുന്ന മാസികയിൽ ഒരു കഥ പ്രസിദ്ധീകരിച്ചു വന്നു. കഥയുടെ പേര് ഹിന്ദു മുസ്ലിം മൈത്രി എന്നാണ്. അപ്പോൾ ഈ കഥയ്ക്ക് ശേഷം തുടർന്ന് പിന്നീട് മാതൃഭൂമിയിൽ നിരന്തരം അദ്ദേഹത്തിന്റെ കഥകൾ പ്രസിദ്ധീകരിച്ച് വരികയുണ്ടായി. ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടുന്ന അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ഫാക്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ എഴുത്ത് ജീവിതത്തിന്റെ ആരംഭത്തെക്കുറിച്ച് എസ്.കെ. പൊറ്റക്കാട് എങ്ങനെയാണ് എഴുത്തിലേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ലേഖനം എഴുതിയിരുന്നു. ആ ലേഖനത്തിന്റെ പേരാണ് ഞാൻ കഥാകാരനായ കഥ. എന്താണ്? ഞാൻ കഥാകാരനായ കഥ. എസ്.കെ. പൊറ്റക്കാട് എഴുതിയ ഒരു ആത്മകഥാപരമായിട്ടുള്ള ഒരു ലേഖനമാണ് ഞാൻ കഥാകാരനായ കഥ. ഇത് 10ാം ക്ലാസ് SCERT-ക്കകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. 10ാം ക്ലാസ്സിന്റെ SCERT ടെക്സ്റ്റിനകത്തുള്ള ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഈ ലേഖനം നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ കഥാകാരനായ കഥ എന്ന് പറയുന്നത് ആരുടെ ലേഖനമാണ്, ആത്മകഥാപരമായ ലേഖനമാണെന്ന് ചോദിക്കാം. അപ്പോൾ അത് എസ്.കെ. പൊറ്റക്കാടിൻ്റെ ആണ്. ഇത് തീർച്ചയായിട്ടും ചോദിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി അടുത്തതിലേക്ക് പോകാം. 1939
ബോംബെയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ, നമ്മളിപ്പോൾ ചെറുകഥ കണ്ടു, കഥകൾ കണ്ടു, കവിത ഏതിൽ വന്നു എന്ന് കണ്ടു, അതിന്റെ പേരൊക്കെ കണ്ടു. അപ്പോൾ നോവൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് 1939 എവിടെ വെച്ചിട്ടാണ്? ബോംബെയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ പ്രസിദ്ധീകൃതമാകുന്നത്. ഇതിന്റെ പേരെന്തായിരുന്നു? നാടൻ പ്രേമം എന്നാണ് ഇതിന്റെ പേര്. പിൽക്കാലത്ത് ഈ നോവൽ സിനിമയാക്കപ്പെട്ടു കേട്ടോ. ഈ നാടൻ പ്രേമം എന്നുള്ള ഈ നോവൽ സിനിമയാക്കപ്പെട്ടപ്പോൾ അന്ന് ഇതിനെ തിരക്കഥ തയ്യാറാക്കിയത് തോപ്പിൽ ഭാസിയാണ്. തോപ്പിൽ ഭാസി. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നാടൻ പ്രേമം എന്ന എസ്.കെ. പൊറ്റക്കാടിന്റെ നോവൽ ആരാണ് തിരക്കഥയാക്കിയത് ആരായിരുന്നു? തോപ്പിൽ ഭാസിയായിരുന്നു തിരക്കഥയാക്കിയത്. പിന്നീട് ഇത് സംവിധാനം ചെയ്ത ആരാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ചോദിക്കില്ല, എന്നാലും ചോദിച്ചാലോ, നമ്മൾ നേരത്തെ പറഞ്ഞ 99% കടന്നൊരു ചോദ്യം വന്നാലോ, അതുകൊണ്ട് തന്നെ നിങ്ങളിത് അറിഞ്ഞിരിക്കുക. ക്രോസ് ബെൽറ്റ് മണി കേട്ടോ, നല്ല പേരല്ലേ, ക്രോസ് ബെൽറ്റ് മണി എന്ന് പറയുന്ന ആളാണിത് സംവിധാനം ചെയ്തത്. 1972 വർഷം. 1972 ഇത് സംവിധാനം ഇതിന്റെ ഇത് ചലച്ചിത്രമാക്കപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇത് ക്രോസ് ബെൽറ്റ് മണി 1972 ഇതിനെ സിനിമയാക്കി. നസീർ ആണ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. നസീർ തന്നെയാണ്. അപ്പോൾ അടുത്ത് നോക്കൂ, 1944 അദ്ദേഹത്തിന്റെ പ്രശസ്ത നോവലായിട്ടുള്ള വിഷകന്യക പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വിഷകന്യക, അതുകൊണ്ട് തന്നെ അത് അറിഞ്ഞിരിക്കുക. 1940 അദ്ദേഹത്തിന്റെ പ്രശസ്ത നോവലായിട്ടുള്ള വിഷകന്യക പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അത് ഈ വിഷകന്യകയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് മലബാറിലേക്കുള്ള കുടിയേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ, ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ക്വസ്റ്റ്യൻ, മലബാറിലേക്കുള്ള കുടിയേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാടിന്റെ കഥ പറയുന്ന, ഏതാണ്? വയനാടിന്റെ കഥ പറയുന്ന ഒരു നോവലാണ് വിഷകന്യക എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? 1940 അദ്ദേഹത്തിന്റെ പ്രശസ്ത നോവലായിട്ടുള്ള വിഷകന്യക പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അതിന്റെ പ്രത്യേകത PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, മലബാറിലേക്കുള്ള കുടിയേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാടിന്റെ കഥ പറയുന്ന നോവൽ ഏത്? SK പൊറ്റക്കാടൻ തന്നാൽ നമുക്ക് എഴുതാൻ പറ്റും വിഷകന്യകയാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ പേരൊന്നും ആ ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രമേയം കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞു വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. 1940 അദ്ദേഹത്തിന്റെ ഒരു നോവൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. വിഷകന്യക എന്നായിരുന്നു നോവലിന്റെ പേര്. അതിന്റെ പ്രമേയം എന്താണ്? മലബാറിലേക്കുള്ള കുടിയേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാടിന്റെ കഥ പറയുന്ന നോവൽ. ഇതിന് മദിരാശി സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് ഈ കഥ എഴുതുന്ന സമയത്ത് കേരള സംസ്ഥാനം ഇല്ലല്ലോ, അപ്പോൾ അന്ന് കിട്ടിയത് മദിരാശി സർക്കാരിന്റെ പുരസ്കാരമാണ് ഈ നോവലിന് ലഭിച്ചിരിക്കുക. ശരി, അടുത്തതിലേക്ക് പോകാം. 1962 ഒരു തെരുവിന്റെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ഏതിനാണ്? 1962 ഒരു തെരുവിന്റെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അതുപോലെ 1973 ഒരു ദേശത്തിന്റെ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ഈ നോവലുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ആത്മകഥാ സ്വഭാവമുള്ള കഥയാണ് ഒരു ദേശത്തിന്റെ കഥ. ആത്മകഥാ സ്വഭാവമുള്ള കഥ കേട്ടോ. SK പൊറ്റക്കാടിന്റെ ആത്മകഥാ സ്വഭാവമുള്ള നോവലാണ്, കൃതിയാണേത്? ഒരു ദേശത്തിന്റെ കഥ. ഇതിന് 1973 അവാർഡ് ലഭിക്കുകയുണ്ടായി. പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ പേര് തന്നിട്ടും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ശ്രീധരൻ കേട്ടോ. ശ്രീധരൻ എന്ന് പറയുന്ന കഥാപാത്രം, അപ്പുണ്ണി എന്ന് പറയുന്ന കഥാപാത്രമൊക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇതിനകത്ത്. കുട്ടൻ പൂശാരി എന്ന് പറയുന്ന കഥാപാത്രമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർക്കുക. ഇനി അടുത്ത നോക്കൂ, 1980 ഈ കൃതിക്ക് എന്ത് ലഭിച്ചു? 1980 ഇതേ കൃതിക്ക് ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചു. അപ്പോൾ 1973 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിനും 1980 ജ്ഞാനപീഠ പുരസ്കാരത്തിനും അർഹമായ കൃതിയാണ് SK പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ.
ഇനി അദ്ദേഹത്തിന്റെ ചില കൃതികളൊക്കെ സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ്? നാടൻ പ്രേമം നമ്മൾ നേരത്തെ പറഞ്ഞു, പിന്നെ മൂടുപടം സിനിമയാക്കിയിട്ടുണ്ട്, പുള്ളിമാൻ സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്, ഞാവൽ പഴങ്ങൾ സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പരീക്ഷാ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട 2 പരീക്ഷകൾ നമുക്കുണ്ട്, സെക്രട്ടറി അസിസ്റ്റന്റും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാനും. അപ്പോൾ ഈ 2 പരീക്ഷകളുടെയും ക്ലാസ് നിലവിൽ ഹാജാസ് ക്ലാസ്സസിൽ നടക്കുന്നുണ്ട്, ഹാജാസ് PC ക്ലാസ്സസിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരുപാട് ഭീമമായ തുക മുടക്കി പഠിക്കാനൊന്നും കഴിയാതെ നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പുതിയ 2 ഓഫറുകൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. കോഴ്സ് ഫീ ഏതാണ്? സെക്രട്ടറി അസിസ്റ്റന്റ് കോഴ്സ് ഫീ എന്ന് പറയുന്നത് 5999 രൂപയാണ്. അത് സ്പെഷ്യൽ ഓഫറിൽ നമ്മൾ 1999 രൂപയ്ക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാനും ലിമിറ്റഡ് പീരീഡ് ഓഫർ ഉണ്ട്. 1999, അതായത് 2000 രൂപ തന്നെയുള്ള ആ കോഴ്സിനെ നമ്മളിപ്പോൾ നിങ്ങൾക്ക് 999 രൂപയ്ക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാശില്ല എന്നുള്ള കാരണം കൊണ്ട് ഒരു മനുഷ്യരും പഠിക്കാതിരിക്കേണ്ടി വരരുത് എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിങ്ങനെ ഒരു ഓഫർ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ലക്ഷങ്ങളോ അല്ലെങ്കിൽ 10,000ങ്ങളോ മുടക്കി പഠിക്കാൻ കഴിവില്ലാത്തവർക്ക് ഈ നാട്ടിൽ പഠിക്കണ്ടേടെ, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഒരു ക്ലാസ് അല്ലെങ്കിൽ ഇത്തരം ഒരു പാറ്റേണിലുള്ള ഒരു ഫീസ് സ്ട്രക്ചറുള്ള 2 ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നത്. ഈ അവസരം നിങ്ങൾ പാഴാക്കരുത്. നിങ്ങളുടെ നല്ലതിനെ കരുതി തന്നെ നിങ്ങൾ ഈ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് 1 രൂപ പോലും നഷ്ടം വരില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് തരാം. ഏറ്റവും മികച്ച അധ്യാപകർ അവരുടെ 100% ഇട്ട് തന്നെയാണ് ഇതിനകത്ത് നിന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഓരോ ക്ലാസ്സിനും വേണ്ടി ഞങ്ങൾ എടുക്കുന്ന എഫേർട്ടുകൾ അത്രത്തോളം വലുതാണ് എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടായില്ല. നിങ്ങൾ തീർച്ചയായും കുറച്ചു കാലം കഴിഞ്ഞ് ഈ ക്ലാസ്സുകളെ നന്ദിയോടെ ഓർക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇനിയും വൈകരുത്, എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യൂ, പഠിച്ചു തുടങ്ങൂ. ഇനി വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ. ഓക്കെ, എല്ലാവരും വിജയത്തിലെത്തട്ടെ, എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ശരി, ബാക്കി നോക്കാം. പ്രധാനപ്പെട്ട നോവലുകൾ SK പൊറ്റക്കാടിൻ്റെ നോക്കിക്കോളൂ. നാടൻ പ്രേമം, മൂടുപടം, വിഷകന്യക, ഒരു തെരുവിൻ്റെ കഥ, ഒരു ദേശത്തിൻ്റെ കഥ, കുരുമുളക്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട നോവലുകളാണ്. പ്രത്യേകം ശ്രദ്ധിക്കൂ. നാടൻ പ്രേമം, മൂടുപടം, വിഷകന്യക, ഒരു തെരുവിൻ്റെ കഥ, ഒരു ദേശത്തിൻ്റെ കഥ, കുരുമുളക്. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ദേശത്തിൻ്റെ കഥയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വിഷകന്യക. PSCയുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 കൃതികളാണ് SK പൊറ്റക്കാടിൻ്റെ വിഷകന്യകയും ഒരു ദേശത്തിൻ്റെ കഥയും. ഓക്കെ, അപ്പോൾ അത് 2 നിങ്ങൾ ഓർത്തിരിക്കുക. വിഷകന്യകയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു? മലബാറിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ വയനാടിൻ്റെ കഥ പറയുന്ന നോവൽ. ഓക്കെ, അതിൽ ചില ക്വസ്റ്റ്യൻസിനകത്ത് മലബാറിലേക്കുള്ള കുടിയേറ്റം എന്നൊന്നും ഇല്ല. കർഷക കുടിയേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന SK പൊറ്റക്കാടിൻ്റെ നോവൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതൊന്നുമല്ലാതെ മലബാറിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെട്ട നോവൽ എന്നും ചോദിച്ചിട്ടുണ്ട്, പ്ലെയിനായിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ നോവൽ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ദേശത്തിൻ്റെ കഥ. ശ്രീധരൻ മുഖ്യ കഥാപാത്രമായി വരുന്ന നോവൽ ഏതെന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ പോയിന്റുകളെല്ലാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിട്ട് പഠിച്ച് തന്നെ എടുക്കുക കേട്ടോ. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. എല്ലാം നിങ്ങളുടെ തലയിൽ ഉണ്ടായിരിക്കണം, ഒന്നും വിട്ടുപോകരുത്. ശരി, അടുത്തതിലേക്ക് പോവാം. ഇനി അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ചെറുകഥകളാണ് മണിമാളിക, നിശാഗന്ധി, പുള്ളിമാൻ, ഇന്ദ്രനീലം, ഏഴിലംപാല, അന്തകന്റെ തോട്ടി, കടവുതോണി. ഏതൊക്കെയാണ്? മണിമാളിക, നിശാഗന്ധി, പുള്ളിമാൻ, ഇന്ദ്രനീലം, ഏഴിലംപാല, അന്തകന്റെ തോട്ടി, കടവുതോണി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചെറുകഥകൾ. ഇനി ഇതിനകത്ത് നിന്നും നമ്മൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് പഠിക്കേണ്ടുന്ന 1-2 കാണണമല്ലോ. ഉണ്ടല്ലോ. ഏതാണ്? ഒന്ന് നിശാഗന്ധി. നിശാഗന്ധി ഈയിടെയായിട്ട് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ച് കാണുന്നതാണ്. നിശാഗന്ധി എന്ന് പറയുന്ന ചെറുകഥ എഴുതിയത് ആര് എന്ന് നമ്മുടെ കോമൺ PSCക്കും അതുപോലെ തന്നെ ടീച്ചിങ് ജോബ്സിനും ഒക്കെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് നിശാഗന്ധി എന്ന് പറയുന്ന ഒരു ചെറുകഥയെ പറ്റി. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ കടവുതോണി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ചോദിക്കും. എന്തുകൊണ്ട് ചോദിക്കുമെന്ന് ചോദിച്ചാൽ അതൊരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യനാണ്. ഈ കടവുതോണി. ഈ കടവുതോണിയെ ആസ്പദമാക്കി MD ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട്. MD തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട്. സിനിമയുടെ പേരെന്താണ്?
കടവ് കേട്ടോ, കടവ് എന്നാണ് ആ സിനിമയുടെ പേര്. അപ്പോൾ കടവ് തോണി എന്ന് പറയുന്ന എസ് കെ പൊറ്റക്കാടിന്റെ ചെറുകഥയെ ആസ്പദമാക്കി MT വാസുദേവൻ നായർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് കടവ്. അതൊരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതെന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നിങ്ങൾ പഠിച്ചിരിക്കുക. അടുത്തത്, ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട യാത്രാ വിവരണങ്ങൾ. എസ് കെ പൊറ്റക്കാട് എന്ന് പറയുമ്പോൾ തന്നെ യാത്രാ വിവരണമാണ് നമുക്ക് ആദ്യം ഓർമ്മ വരിക. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചിരിക്കണ്ടേ. കാപ്പിരികളുടെ നാട്ടിൽ, നൈൽ ഡയറി, യാത്രാ സ്മരണകൾ, പാതിരാ സൂര്യന്റെ നാട്ടിൽ, ബാലി ദ്വീപ്, കൈറോ കത്തുകൾ, ക്ലിയോപാട്രയുടെ നാട്ടിൽ, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ. എന്ത് ധന്യമായ ജന്മമാണെന്ന് നോക്കൂ. ലോകത്തിന്റെ പോകാത്തതായിട്ട് ഏതെങ്കിലും കുറച്ച് സ്ഥലങ്ങളെ ബാക്കി ഉണ്ടാവുള്ളൂ. ബാക്കി മുഴുവനും എന്താണ്, എല്ലായിടത്തും അദ്ദേഹം പോയിട്ടുണ്ട്. കാപ്പിരികളുടെ നാട്ടിൽ, നൈൽ ഡയറി, യാത്രാ സ്മരണകൾ, പാതിരാ സൂര്യന്റെ നാട്ടിൽ, ബാലി ദ്വീപ്, കൈറോ കത്തുകൾ, ക്ലിയോപാട്രയുടെ നാട്ടിൽ, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും യാത്രാ വിവരണങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അപ്പോൾ എസ് കെ പൊറ്റക്കാടിന്റെ വളരെ പ്രധാനപ്പെട്ട യാത്രാ വിവരണങ്ങളാണ് നമ്മൾ കണ്ടത്. ഇതിനകത്ത് നിന്നൊരു SCERT ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിരിക്കണം. കാപ്പിരികളുടെ നാട്ടിൽ എന്ന് പറയുന്ന ബുക്കുണ്ടല്ലോ, ഈ യാത്രാ വിവരണം, ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. കാര്യം വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന പേരിൽ ഇതിൽ നിന്ന് ഒരു ഭാഗം ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. 6ാം ക്ലാസ്സിൻ്റെ മലയാളം ടെക്സ്റ്റിൽ വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കാനുണ്ട്. അത് കാപ്പിരികളുടെ നാട്ടിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ്, ഇത് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പാഠഭാഗമാണ് ശാന്തി നികേതനത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു യാത്രാക്കുറിപ്പുണ്ട്. ശാന്തി നികേതനം കേട്ടോ, ശാന്തി നികേതനം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പുസ്തകമാണ്, നമ്മൾ പറഞ്ഞല്ലോ ശാന്തി നികേതനത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈ ശാന്തി നികേതനം എടുത്തിരിക്കുന്നത് ഏതിൽ നിന്നാണ്? യാത്രാസ്മരണകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് എടുത്തിരിക്കുക. ഇത് ശാന്തി നികേതനം 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട് കേട്ടോ. ഇത് 6ാം ക്ലാസ്സിൻ്റെ SCERT ടെക്സ്റ്റിനകത്തും ഈ പറഞ്ഞ ശാന്തി നികേതനം യാത്രാസ്മരണകൾ എന്ന് പറയുന്നതിനകത്ത് നിന്നും എടുത്തിട്ടുള്ളതാണ്. ശരി, അത് 9ാം ക്ലാസ്സിലാണ്. ഓക്കെ, ഒന്നുകൂടി നോക്കൂ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട യാത്രാ വിവരണങ്ങളാണ് കാപ്പിരികളുടെ നാട്ടിൽ, നൈൽ ഡയറി, യാത്രാ സ്മരണകൾ, പാതിരാ സൂര്യൻ്റെ നാട്ടിൽ, ബാലി ദ്വീപ്, കൈറോ കത്തുകൾ, ക്ലിയോപാട്രയുടെ നാട്ടിൽ, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട 2 പറഞ്ഞത്. കാപ്പിരികളുടെ നാട്ടിൽ എന്ന് പറയുന്ന കൃതിയിൽ നിന്നും വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന് പറയുന്ന ഭാഗം 6ാം ക്ലാസ്സിൻ്റെ SCERT ഉള്ളത് കൊണ്ട് നമ്മൾ അത് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ സ്മരണകൾ എന്ന് പറയുന്ന കൃതിയിൽ നിന്ന് ശാന്തി നികേതനം എന്ന് പറയുന്ന ഭാഗം 9ാം ക്ലാസ്സിൻ്റെ SCERT ഉള്ളത് കൊണ്ട് അതും നമ്മൾ അറിഞ്ഞിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അദ്ദേഹത്തിൻ്റെ ആത്മകഥ നോക്കാം. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഏതാണ്? എൻ്റെ വഴിയമ്പലങ്ങൾ. എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് ഒരു ഇംഗ്ലീഷ് വിവർത്തനം തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. ആ ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന കൃതിയുടെ ഇംഗ്ലീഷ് വിവർത്തനത്തിൻ്റെ പേര് ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം എന്നാണ് കേട്ടോ. ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികൾ ഒരാൾ തമിഴിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ടേ. അദ്ദേഹത്തിൻ്റെ പേര് സുബ്ബയ്യ രാജശേഖർ എന്നാണ്. സുബ്ബയ്യ രാജശേഖർ. അദ്ദേഹം അറിയപ്പെടുന്നത് സുര എന്ന പേരിലാണ്. അദ്ദേഹം ഇവിടെ വിജയുടെ സുര എന്നും അല്ല, നിങ്ങൾ ആരും അതിലോട്ടൊന്നും പോരുത്, വിഷയത്തിൽ നിന്ന് തെന്നി മാറി. ഇത് വേറെ സുര എന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ കൃതികൾ തമിഴിലേക്ക് അദ്ദേഹത്തിന്റെ കൃതികൾ വിവർത്തനം ചെയ്ത ആളാണ് സുബ്ബയ്യ രാജശേഖർ. അദ്ദേഹം അറിയപ്പെടുന്നത് ചുരുക്കപ്പേരിൽ സുബ്ബയ്യ രാജശേഖറിന്റെ സുര, അതാണ് കേട്ടോ. ആ സുരയല്ലേ, സുരയാണേ. ശരി, അപ്പൊ നോക്കിക്കോളൂ, എന്താണ് എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥയുടെ ഇംഗ്ലീഷ് വിവർത്തനമാണ് ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം. അദ്ദേഹത്തിന്റെ കൃതികൾ തമിഴിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. തമിഴിലേക്ക് വിവർത്തനം ചെയ്ത ആളാണ് സുബ്ബയ്യ രാജശേഖർ അഥവാ സുര. ഓക്കെ,
ഇതുപോലെ അദ്ദേഹത്തിന് ആദരസൂചകമായിട്ട് 2003 ഇന്ത്യൻ തപാൽ വകുപ്പ് എന്ത് പുറത്തിറക്കി? സ്റ്റാമ്പ് പുറത്തിറക്കി. വർഷം ഏതാണ്? 2003. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി 2003 ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കാലിക്കറ്റ് സർവകലാശാല 1982 ഡീലിറ്റ് ബിരുദം നൽകിയിട്ട് അയ്യോ എഴുതാൻ പറ്റുന്നില്ല ഡിലിറ്റ് ബിരുദം നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് കേട്ടോ. ഡിലിറ്റ് ബിരുദം നമ്മൾ PhD ഒക്കെ നേടത്തില്ലേ, അതുപോലെ 2-3 PhD ഒക്കെ എടുത്ത ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ബിരുദമാണ് ഡിലിറ്റ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ കാലിക്കറ്റ് സർവകലാശാല 1982 ഡിലിറ്റ് ബിരുദം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അത്രയ്ക്ക് പണ്ഡിത ശ്രേഷ്ഠനാണ് എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തെ ആദരിച്ചു. ഇനി 2003 ഇന്ത്യൻ തപാൽ വകുപ്പ് എന്ത് ചെയ്തു? അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ SK പൊറ്റക്കാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിനകത്തുനിന്ന് ഒഴിവാക്കേണ്ടുന്ന ഒരു പോയിന്റ് പോലും നമ്മൾ പറഞ്ഞിട്ടില്ല, ഉൾപ്പെടുത്താനുള്ള ഒരു പോയിന്റും വിട്ടുപോയിട്ടുമില്ല. അത്രയും ഷുവറാണ്. നിങ്ങളിത് പഠിക്കുകയാണ്, നിങ്ങൾ ഈ ഒരു ക്ലാസ് കണ്ടത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ SK പൊറ്റക്കാടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഒരുവിധ പിഴവുകളും വരുത്താതെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക, വീണ്ടും വീണ്ടും പഠിക്കാനായിട്ട് ക്ലാസ്സുകൾ ആവർത്തിച്ച് കാണുക. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ തിരുത്തുക. എന്തെങ്കിലും ആഡ് ചെയ്യാനോ പുതുതായി അറിയാനോ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നൽകാൻ വേണ്ടി ഞങ്ങൾ 24 മണിക്കൂറും സന്നദ്ധരാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല പഠിക്കുന്നത്, നിങ്ങളുടെ കൂടെ ഒരു വലിയ ടീമുണ്ട്. ഹാജാസ് ക്ലാസ്സസിൻ്റെ ടീം ഹാജാസ് ക്ലാസ്സസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ ആശങ്കകളോ ഏതെങ്കിലും തരത്തിലുള്ള ടെൻഷനോ മറ്റോ ഉണ്ടെങ്കിലും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങൾ സപ്പോർട്ട് നൽകി നിങ്ങളുടെ കൂടെ നിൽക്കും, വിജയത്തിൽ എത്തിക്കുമെന്ന് ഉറപ്പ് തരികയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് 3ാമത്തെ വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റാ.